ഈ IPL വാങ്ങിച്ചു കൊടുക്കാൻ RCBനെ ഏറ്റവും കൂടുതൽ സഹായിച്ച 3 പേരാ. ഒന്ന് വിരാട് കോഹ്ലി, അടുത്തത് പടിക്കല്, പിന്നെ ക്യാപ്റ്റൻ. എന്തായാലും പുള്ളിയുടെ ഒരു പെർഫോമൻസ്, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. എന്തുട്ടാ കാട്ടിക്കൂട്ടിയെ. കോഹ്ലി വെറുതെ ഡൗൺ ആയി കഴിഞ്ഞാൽ അത് റൺസ് എടുത്തില്ലേ, ആ കളി ക്യാപ്റ്റനാണ് ഏറ്റെടുക്കാണ്. പിന്നെ പൊളി തന്നെ പൊളി. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ക്യാപ്റ്റനായിരുന്നു RCBയുടെ. അത് കാരണം പുള്ളിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കപ്പെടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഈ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻസും എക്സ്പീരിയൻസും ആയപ്പോൾ അത് നമുക്ക് ഗ്രൗണ്ടിൽ കാണാനുണ്ട്. അടിപൊളിയല്ലേ. പിന്നെ പഠിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം പഠിക്കലും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ പുള്ളിയും കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം കോഹ്ലിയും പുള്ളിയോട് കൂടി നിൽക്കുമ്പോൾ ആ ഒരു പാർട്ണർഷിപ്പും റൺസൊക്കെ കയറണം. പവർ പ്ലേ ഒക്കെ കഴിഞ്ഞിട്ട് റൺസ് മോളെ പോകുകയാണെങ്കിൽ ഞെട്ടിപ്പോവും. മിക്ക കളിയും 200 അല്ലേ RCBയുടെ സ്കോർ ആയിരുന്നേ. എന്നാലും ഈ പ്രാവശ്യത്തെ കപ്പ് അത് RCBക്ക് അർഹതപ്പെട്ടു തന്നെയായിരുന്നു. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അല്ല ഈ 3 പേരും കേട്ടോ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. പിന്നെ ബൗളേഴ്സ് ദിവസം പറയണ്ട, ഹേസൽവുഡും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ എന്തുട്ട് വീക്കിട്ടിരുന്നത്. എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ ടീമും അവർക്ക് അർഹതപ്പെട്ട കപ്പും. അടിപൊളി. അടുത്ത വർഷം ഇനി ഇത് തന്നെ കണ്ടിന്യൂ ആണെങ്കിലല്ലേ RCB വേർഷൻ 3 പിറക്കും. നമുക്ക് നോക്കാം എങ്ങനെയാവുന്നു.